അപ്പോൾ ഗൈസ് നമ്മൾ കാണാൻ പോകുന്നു സെക്കൻഡ് പാർട്ടാണ്. നെറൂട്ടോ കുട്ടപ്പൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ടാറ്റ അല്ല, നമുക്ക് കഥയിലേക്ക് നമ്മൾ നേരത്തെ കണ്ടത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രധാനപ്പെട്ട ഒരു ബുക്കാരിയുടെ ബുക്ക് അടിച്ചുകൊണ്ട് വരാനായിട്ട് അവനെ അയാൾ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ അത് തെറ്റാണോ ശരിയാണെന്ന് പോലും ആലോചിക്കാതെ നൈസായിട്ട് ബുക്ക് ചൂണ്ടിയെടുക്കും. ഇവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് സംസാരിക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധം അടിച്ച് പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. ഫോക്സിന്റെ ആക്രമണത്തില് നമ്മുടെ കുട്ടപ്പന്റെ അച്ഛനും അമ്മയും പോയതുപോലെ തന്നെ എറൂക്കയുടെ പാരന്റ്സും മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതശൈലി ഏകദേശം സെയിമാണ്. അവനെ തോൽപ്പിച്ചതില് ഇപ്പൊ നമ്മുടെ എറൂക്കായിട്ട് കുറ്റബോധം അടിച്ചിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഒരാൾ നോക്ക് ചെയ്ത് നറൂട്ടോ ഇത്തരത്തില് ഒരു ബുക്ക് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവനെ ബോധിപ്പിക്കും. എറൂക്കയ്ക്ക് ഒരുപാട് വിഷമമായിട്ട് ഒരു വഴിയില്ലാതെ എടുത്തു പോയി ഈ കാര്യം പറയും. ഈ കാര്യം കേൾക്കേണ്ട താമസം നറൂട്ടോയെ പിടിച്ച് വലിയ ശിക്ഷ വിധിക്കാനായിട്ട് ലോഡ് ഉത്തരവിടും. കാട്ടിൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ഹായ് ആയിട്ടിരുന്ന് ആ ഒരു സ്ഫോടൊക്കെ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മുടെ ആൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ആരാണ് ഈ ഒരു സ്ഫോടന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല, ഇസൂക്കിയാണ് എന്റെ കാര്യം പറഞ്ഞത്. ഇതിൽ ഒരുപാട് ജിപ്സോ ഉണ്ട്, ഇതിനെ പഠിക്കുകയാണെങ്കിൽ എന്നെ ആർക്ക് തോപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിതില് ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നെ ജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതേ സമയത്ത് അവിടേക്ക് മിസൂക്കിയെ വരും. മിസൂക്കിയെ കണ്ട് ഇറൂക്ക കലിപ്പടിച്ച് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ മിസൂക്കി ആവട്ടെ ഇറൂക്ക ദുഷ്ടനാണെന്നും നറൂട്ടോയെ തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു വരുത്തും. ഇറൂക്കിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതൊക്കെയാണ് ചോദിക്കുക. ശരി, ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഒരു യൂത്തി സെൻസായി എന്നോട് വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അത് പറയരുതെന്ന് ഒരു വിവേചിച്ചു പോകും. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇതൊക്കെയാവട്ടെ ആ കാര്യങ്ങള് അവന്റെ അടുത്ത് പറയും. കഥയുടെ തുടക്കത്തില് നമ്മൾ കണ്ട ആ ഒരു ദുഷ്ടനായ ടോക്സിനെ ഒരു മനുഷ്യന്റെ അടക്കം ചെയ്തെന്ന് പറഞ്ഞിരുന്നുണ്ട്. ആ മനുഷ്യനാണ് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ. 9 വായനയില്ല ആ ഒരു കുറുക്കൻ ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവനൊരു ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടപ്പൻ ഓടി രക്ഷപ്പെടുന്നു. ചില കാര്യങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങും. എന്നെ പോലെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളവരാണ്. ബുക്ക് വായിച്ച് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി ഈ ഗ്രാമത്തിലെ അവർ ഇല്ലാതാക്കുമെന്ന് വിശ്വസിച്ച് പറയുമ്പോൾ ജോലി ഒഴിച്ചിരുന്ന് നമ്മുടെ കുട്ടപ്പൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കും. ഇവയ്ക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും അവന്റെ